സമൂഹത്തിന് ദോഷകരമായ വിഷയങ്ങൾ പർവ്വതീകരിക്കുന്നതൊഴിവാക്കി ആധുനിക കാലത്ത് മാധ്യമങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മാധ്യമപ്രവർത്തകർ സാമൂഹിക ഉത്തരവാദിത്വം വിസ്മരിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. SNDP യോഗം മാന്നാർ യൂണിയനും കേരള കൗമുദിയും സംയുക്തമായി സംഘടിപ്പിച്ച പത്രാധിപർ അനുസ്മരണവും പത്രാധിപർ കെ സുകുമാരൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാര സമർപ്പണവും മാന്നാർ SNDP യൂണിയൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ. ഇക്കാലത്തെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതിയിൽ വ്യക്തിപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മാധ്യമങ്ങളില്ലാത്ത കേരളത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയില്ലെന്നും സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു. ചില കാര്യങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയുമ്പോഴാണ് ഭരണാധികാരികൾക്ക് മാറ്റം വരുത്താൻ ഇടവരുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു തെറ്റിലേക്ക് പോകുന്ന ആളിന് തിരുത്താനുള്ള അവസരം കിട്ടുന്നത്. നമ്മൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് ഇവർ എഴുതി വെച്ചാൽ പിന്നെ കഴിഞ്ഞില്ല, പിന്നെ മാധ്യമത്തിന് എന്താ പ്രസക്തി? ഇപ്പൊ ഇദ്ദേഹം കെ സുകുമാരൻ EMS-നെ എഴുതിക്കൊണ്ട് തന്നെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തിയിട്ടുണ്ട്. അപ്പൊ വിമർശനം എന്ന് പറയുന്നത് നമുക്ക് വിമർശനം ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം. ഇപ്പൊ എന്നെ എഴുതിയ ഒരാൾ ഒരു പത്രാധിപർ വിമർശിച്ചാൽ സംഭവിക്കാനല്ല, വിമർശിക്കുന്നത് നല്ലതാണ്, തിരുത്തേണ്ട കാര്യമാണ് തിരുത്തണം, അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ വിമർശനാത്മകമായ കാര്യങ്ങളാണ് പത്രപ്രവർത്തനം നടത്തുന്നത്. പക്ഷെ വിമർശനാത്മകമായ കാര്യങ്ങൾ സാമൂഹ്യമായ ഇടപെടലിന് ആവശ്യമായ തരത്തിൽ നമ്മൾ ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം കൂടി മാധ്യമ പ്രവർത്തകർ എപ്പോഴും വിലയിരുത്തണം. വെറും ബിസിനസിന് വേണ്ടി മാത്രമല്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടാകണം, സജീവ സാന്നിധ്യമായിരിക്കണം. മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പല കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നത്. ഇപ്പൊ ഞാൻ ഈ നാട്ടിൽ യുവജന പ്രവർത്തനം മാധ്യമമില്ല ആരും അറിയാം. സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ശക്തമായ നിലപാടുകൾ മാധ്യമങ്ങൾ സ്വീകരിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കേരള കൗമുദി ആലപ്പുഴ യൂണിറ്റ് ചീഫ് KS സന്ദീപ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. പത്രാധിപർ കെ സുകുമാരൻ സ്മാരക പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാര സമർപ്പണം കേരള കൗമുദി മാന്നാർ ലേഖകൻ ബഷീർ പാലക്കീഴിലിന് നൽകി മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. കേരള കൗമുദി ഏജന്റുമാരുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും മന്ത്രി അനുമോദിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, SNDP മാന്നാർ യൂണിയൻ ചെയർമാൻ KM ഹരിലാൽ, TK മാധവൻ സ്മാരക മാവേലിക്കര യൂണിയൻ കൺവീനർ ഡോക്ടർ AV ആനന്ദരാജ്, ജോയിന്റ് കൺവീനർ ഗോപൻ ആഞ്ഞിലിപ്ര, മാന്നാർ അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. SNDP മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ P ശ്രീരംഗം സ്വാഗതവും ബഷീർ പാലക്കീഴിൽ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, SNDP യൂണിയൻ ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹിക സാമുദായിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. NCP ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം നടപ്പിലാക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ്. 2.5 വർഷത്തെ മന്ത്രി പദവി പാർട്ടി തീരുമാനമാണെന്നും തോമസ് കെ തോമസ് അറിയിച്ചു. പാർട്ടിയുടെ തീരുമാനം സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും 2 MLA-മാരും ചേർന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കണമെന്നാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിർദ്ദേശമെന്നും തോമസ് കെ തോമസ് MLA പറഞ്ഞു. കൈനഗരിയിലെ വസതിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു തോമസ് കെ തോമസ് തന്റെ നയം വ്യക്തമാക്കിയത്. പവാർജിയെ കണ്ടു. പവാർജി വളരെ ക്ലിയർ ആയിട്ട്, പവാർജിയും സുപ്രിയ സുലെയും ജിതേന്ദ്ര അവാദും വളരെ ക്ലിയർ ആയിട്ട് PC ചാക്കോയോടും തോമസ് കെ തോമസിനോടും AK ശശീന്ദ്രനോടും പറഞ്ഞു, നിങ്ങൾ 3 പേരും അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി നമ്മുടെ പാർട്ടിയുടെ തീരുമാനം CM-നെ അറിയിക്കണം. അതാണ് തന്ന നിർദ്ദേശം. ആ നിർദ്ദേശം ആദരണീയനായ പ്രസിഡന്റ് CM-നെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. 3-ാം തീയതിയാണ്. കാരണം അദ്ദേഹം ഭയങ്കര ഡൽഹിയിലും പല സ്ഥലങ്ങളിലാണ്, ഭയങ്കര ബിസിയാണ്. അപ്പൊ അതിന് ഇത് പറഞ്ഞു വരുത്തുന്നത് തോമസ് കെ തോമസ് UDF-ലേക്ക് പോകാൻ പോകുന്നു. ഞാൻ പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന MLA ആണ്. ഞാൻ UDF അല്ല എന്നെ ജയിപ്പിച്ചത്. ഇത് വളരെ ക്ലിയർ ആണ്. കാരണം മന്ത്രിസ്ഥാനം 2.5 വർഷം എന്നുള്ളത് ദേശീയ നേതൃത്വം ഞങ്ങളുടെ പവാർജിയുടെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ. 3-ാം തീയതി നിങ്ങൾ 3 പേരോടാണോ പോകുന്നത്? അതെ. 3-ാം തീയതിക്ക് ശേഷം കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അല്ല, ഉണ്ടാകണമല്ലോ. മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഏറെക്കുറെ ഇന്നലെ തന്നെ PC ചാക്കോ വ്യക്തമാക്കുകയും ചെയ്തു. ഈ വകുപ്പുകൾ തമ്മിൽ വനം വകുപ്പ് മാറി അങ്ങനെ വകുപ്പുകൾ നമുക്കിതൊന്നും അറിയില്ല. വകുപ്പോ കാര്യം നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഇതാണ്. ദേശീയ നേതൃത്വം ഇത് ഏൽപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അത് ദേശീയ നേതൃത്വത്തെ അതിന്റെ റിപ്ലൈ അവരെന്ത് പറയുന്നു, CM എന്ത് പറയുന്നു എന്നുള്ള കാര്യം അറിയിക്കാന്നുള്ളതാണ്. ശരത് പവാറിന്റെ നിർദ്ദേശം അറിയിക്കുന്നതിനായി ഒക്ടോബർ 3-ന് NCP സംസ്ഥാന നേതൃത്വം മുഖ്യമന്ത്രിയെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം NCP-യിലെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്നും മറ്റുള്ള വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കി.
മാലിന്യം എന്നത് ഒഴിയാശാപമാണെന്നും എന്നാൽ അത് വേണ്ട വിധം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയണമെന്നും അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA. മാലിന്യങ്ങൾ നാം വലിച്ചെറിഞ്ഞാൽ അതിന്റെ ദോഷഫലങ്ങൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും MLA പറഞ്ഞു. മാലിന്യങ്ങൾ വേണ്ടവിധം സംസ്കരിക്കപ്പെടാൻ കഴിയാതെ പോകുന്നത് ആരോഗ്യ മേഖലയിൽ പലവിധ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ചൂണ്ടിക്കാട്ടി. സ്വച്ഛതാ ഹി സേവ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ നിർവഹണ സമിതി രൂപീകരണ യോഗം ചങ്ങനാശ്ശേരി നഗരസഭയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോബ് മൈക്കിൾ. നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള കാതലായ പ്രശ്നങ്ങൾക്കെല്ലാം കാര്യം ഇവിടെ ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നമ്മുടെ സൂപ്രണ്ടൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിലെ മാലിന്യം തന്നെയാണ്. നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യം നമ്മൾ വിചാരിക്കും ഇത് എൻ്റെ വീട്ടിലേക്ക് വരില്ല, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തേക്ക് വരില്ല. പക്ഷെ വരും. എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ തോടിൽ കൂടി പുഴയിൽ കൂടി നമ്മുടെ കിണറ്റിലേക്കും നമ്മൾ ഈ പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്ന ഈ പൈപ്പ് വെള്ളത്തിലേക്കൊക്കെ പുഴയിൽ കൂടി ഒഴുകിയെത്തി ഈ വെള്ളം നമ്മൾ കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അപ്പം മാലിന്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശാപമാണ്. ആ ശാപം എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത ശാപം. എല്ലാ ദിവസവും ഒരു വീട്ടിലാണെങ്കിൽ എല്ലാ ദിവസവും മാലിന്യം ഉണ്ടാകും. എല്ലാ മണിക്കൂറും ഒരു പഴം കഴിച്ചാൽ തൊലി മാലിന്യമാണ്. ഒരു നാരങ്ങ കുടിച്ച് വെള്ളം പിഴിഞ്ഞു കുടിച്ചാൽ അതിൻ്റെ തോട് മാലിന്യമാണ്. അപ്പോൾ ഒരിക്കലും ഈ മാലിന്യം ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് ദോഷമാകാത്ത രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസമ്മ ജോബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KM നജിയ, കൗൺസിലർമാരായ ബീന ജോബി, രാജു ചാക്കോ, മുരുകൻ, ബാബു തോമസ്, ഉഷ മുഹമ്മദ് ഷാജി, ക്ലീൻ സിറ്റി മാനേജർ M മനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ C സുനിൽ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ P സന്ദേശ് കുമാർ, മാലിന്യമുക്തം ജനകീയ ക്യാമ്പയിൻ കോർഡിനേറ്റർ പാർവതി രഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ മേഖലയിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി. ഒരത്യാവശ്യത്തിന് ആശുപത്രിയിൽ എത്തുക എന്നത് കേരളത്തിൽ എളുപ്പം സാധിക്കുന്ന കാര്യമാണെന്നും ഫാദർ പറഞ്ഞു. പെട്ടെന്ന് ഒരു ചികിത്സ തേടുക എന്ന വിഷയത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അസന്നിഗ്ധമായി പറഞ്ഞു. ചങ്ങനാശ്ശേരിയിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മർക്കസുൽ ഹുദ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പുന്നശ്ശേരി അച്ഛൻ. കേരളം എന്ന് പറയുന്നത് ഇന്ന് ആരോഗ്യ രംഗത്ത് ലോകത്തിന് മാതൃകയാണ്. ഞാനത് പ്രസംഗിക്കുമ്പോൾ ലോകം എന്നുള്ളത് ഞാൻ നേരത്തെ മാറ്റിക്കളയുമായിരുന്നു. കാരണം ആരോ മണത്തരം പറഞ്ഞിരിക്കുന്നതാണ്. കേരളം ഇന്ത്യക്ക് മാതൃക എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളൊരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, ഒരു തെറാപ്പി സെന്റർ, ഫിസിയോതെറാപ്പി, സ്പീച്ച് ഇങ്ങനെയുള്ള തെറാപ്പി സെന്ററുകൾ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കേരളം ലോകത്തിന് മാതൃകയാണ്. ഈ തെറാപ്പി സെന്റർ വരുന്നത് വിദേശ മലയാളികൾ, അമേരിക്ക, ഓസ്ട്രേലിയ, എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ജീവനക്കാരിൽ തെറാപ്പിക്ക് വരികയാണ്. അവിടെയൊക്കെ ഓടി ഒരാശുപത്രിയിലേക്ക് ഓടി ചെല്ലാനൊന്നും പറ്റില്ല. ദൈവകൃപയുണ്ടെങ്കിൽ മരണപ്പെടാതിരിക്കും. നമ്മൾ ഓർക്കണം, നമ്മുടെ ചങ്ങനാശ്ശേരി മുതൽ കറുകച്ചാല വരെ ഞങ്ങൾ എണ്ണിയപ്പോൾ 11 ചെറുതും വലുതുമായ ആശുപത്രികളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഓടിച്ചെല്ലാം. പെട്ടെന്ന് അവിടെ നമുക്ക് ആശ്രയം തേടാം. വിദേശ നാടുകൾ അതൊന്നും പറ്റത്തില്ല. യോഗത്തിൽ സംഘടനാ സെക്രട്ടറി PP ഖാലിദ് സഖാഫി അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി റഫീഖ് അഹമ്മദ് സഖാഫി അനുഗ്രഹ പ്രഭാഷണം നടത്തി. PM കബീർ, ബഷീർ ഹാജി, ജിയാഷ് പൊട്ടശ്ശേരി, CM ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു ട്രോഫി ജലമേള വിജയികളെ സംബന്ധിച്ച് തർക്ം. കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് 100ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവം അതിന്റെ ഫൈനൽ മത്സരത്തിലൂടെ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 1ാം സ്ഥാനം നേടിയ കാരിച്ചാൽ ചുണ്ടനും 2ാം സ്ഥാനം നേടിയ വിയപുരം ചുണ്ടനും തമ്മിലുള്ള വ്യത്യാസം 0.005 സെക്കൻഡ് മാത്രം. ഇത് ഫോട്ടോ ഫിനിഷിനും അപ്പുറമുള്ള ഫിനിഷ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിജയികളെ സംബന്ധിച്ച തർക്കത്തിനും കയ്യാങ്കളിക്കും പുന്നമടക്കായൽ സാക്ഷിയാകേണ്ടി വന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടന് ട്രോഫി നൽകിയതിൽ ഒട്ടും തൃപ്തരല്ല വിയപുരം ചുണ്ടൻ തുഴഞ്ഞ VBC കൈനകരി. ഇതേ തുടർന്നായിരുന്നു നെഹ്റു പവലിയൻ അക്രമവേദിയായത്. പവലിയൻ ഉപരോധിച്ചതിനും ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചതിനുമാണ് വിയപുരം ചുണ്ടനിലെ തുഴച്ചിൽക്കാർ ഉൾപ്പെടെ 100ഓളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം തങ്ങളാണ് വിജയികൾ എന്നാണ് വിയപുരം ചുണ്ടൻ തുഴഞ്ഞവർ അവകാശപ്പെടുന്നത്.
നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചതിൽ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് രണ്ടാം സ്ഥാനത്തെത്തിയ വിയപുരം ചുണ്ടൻ ക്യാപ്റ്റൻ PV മാത്യുവും VBC ക്ലബ്ബ് ഭാരവാഹികളും. ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും ഇവർ അറിയിച്ചു. നെഹ്റു ട്രോഫി ഫൈനൽ മത്സരത്തിൽ 5 മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് വിയപുരം ചുണ്ടന് കപ്പ് നഷ്ടമായത്. ടൈമിംഗിൻ്റെ നിരീക്ഷണത്തിൽ തീരുമാനം തങ്ങൾക്ക് അനുകൂലമാകാതിരുന്നത് മനഃപൂർവ്വമാണെന്നാണ് വിയപുരം ചുണ്ടൻ തുടങ്ങിയ VBC കൈനഗിരി ക്ലബ് ഭാരവാഹികളുടെ ആരോപണം. ഇത് സംബന്ധിച്ച് തങ്ങൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് ചുണ്ടൻ്റെ ക്യാപ്റ്റൻ PV മാത്യുവും ക്ലബ് ഭാരവാഹികളും KCV ന്യൂസ് പ്രതിനിധി സനോഷ് ഹാജിയെ അറിയിച്ചു. ഞങ്ങൾക്കൊരു നീതി ലഭിച്ചിട്ടില്ല. അത് മെയിനായിട്ട് ടൈമിങ്ങിൽ ഉള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം 4:14 കാരിച്ചാൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനലിൽ വരുമ്പോൾ ആ കണക്ക് വെച്ച് കൂട്ടുകയാണെങ്കിൽ ഞങ്ങൾ 2 വള്ളം പോലെ പുറകിൽ പോകും. അപ്പോൾ ആ കണക്കൂട്ടിൽ തന്നെ തെറ്റി. രണ്ടാമത് 4:29.79 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് കാരിച്ചാൽ ജയിച്ചു. അവിടെ കളി കണ്ടവരും TV യിൽ കണ്ടുകൊണ്ടിരുന്നതുമായിട്ടുള്ള വേൾഡ് വൈഡുള്ള ആൾക്കാർ പറയുന്നത് മുഴുവൻ വിയപുരം ജയിച്ചു എന്നാണ്. അപ്പം അതുപോലെ തന്നെ ഈ പോളുകൾ, ഈ ഫിനിഷിംഗ് പോയിന്റിലുള്ള ഈ പോളുകളെല്ലാം തന്നെ കവുങ്ങിൻ്റെ തൂണുകളാണ്. ഈ കവുങ്ങൻ തൂണ് അത് മാനുവലായിട്ട് ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ഇതിൻ്റെ അകത്ത് യാതൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു ഡിവൈസൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഏത് മാനദണ്ഡത്തിൽ ഇതിന് കാണാൻ പറ്റും? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. ഞങ്ങളുടെ പിള്ളേർ അതുപോലെ കഷ്ടപ്പെട്ട് മാസങ്ങളായിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. തുടർന്ന് നടപടി നമ്മൾ എന്താ സ്വീകരിക്കാൻ പോകുന്നത്? ഞങ്ങൾ NDBR ബന്ധപ്പെട്ട് കളക്ടർക്കും RDOയ്ക്കും NDBRൻ്റെ ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ നമ്മൾ പരാതി കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോകാനാണ് തീരുമാനിക്കുന്നത്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ഫൈനൽ മത്സരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് കാണികളുടെ അഭിപ്രായം. TV-യിൽ തത്സമയവും ഫിനിഷിംഗ് പോയിന്റിൽ നേരിട്ടും മത്സരം കണ്ടവർക്ക് ഏതു വള്ളമാണ് ഒന്നാമതെത്തിയതെന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് ഇഞ്ചോടിഞ്ച് അല്ല സെക്കൻഡിൻ്റെ 100 പിടിച്ചുള്ള പോരാട്ടം. നെഹ്റു ട്രോഫി ജലോത്സവം പ്രവചന മത്സര വിജയി പുന്നപ്ര വടക്ക് സ്വദേശി രാധാകൃഷ്ണൻ. 10,001 രൂപയായിരുന്നു സമ്മാനം. നടുഭാഗവും നിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം. എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ മുത്തമിട്ടപ്പോൾ കാരിച്ചാൽ ജേതാക്കളാകുമെന്ന് പ്രവചിച്ച് സമ്മാനം നേടിയത് പുന്നപ്ര വടക്ക് സ്വദേശി പറവൂർ പുന്നപ്ര വടക്ക് കോടമന വീട്ടിൽ C. രാധാകൃഷ്ണനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാകുന്ന ശരിയായ ടീമിനെ പ്രവചിച്ച് നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടിയത്. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ നറുക്കെടുത്തു. കുട്ടനാട് MLA തോമസ് K. തോമസ് വിജയിയെ പ്രഖ്യാപിച്ചു. നെഹ്റു ട്രോഫി പബ്ലിസിറ്റി കമ്മിറ്റിയാണ് പ്രവചന മത്സരം സംഘടിപ്പിച്ചിരുന്നത്. 10,001 രൂപയുടെ ക്യാഷ് പ്രൈസാണ് സമ്മാനം. 400-ൽ പരം പേരാണ് പ്രവചന മത്സരത്തിൽ പങ്കെടുത്തത്. മഹിളാ കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം അംഗത്വ പ്രചാരണത്തിന് തുടക്കമായി. കുട്ടനാട് സൗത്ത് ബ്ലോക്ക് അംഗത്വ ക്യാമ്പയിൻ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിലും മണ്ഡലം തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ജബി മേത്തർ, അഡ്വക്കേറ്റ് പ്രിയപ്പെട്ട ജബി മേത്തർ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായി കടന്നു വന്നതിന് ശേഷം സംസ്ഥാന തലം മുതൽ ബൂത്ത് തലം വരെ മഹിളകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രവർത്തനമാണ് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ മഹിളാ സാഹസ് എന്ന് പറയുന്ന ബ്ലോക്ക് എക്സിക്യൂട്ടീവ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു.
ഓരോ പഞ്ചായത്തിലും 100-ലധികം മഹിളകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിൽ 1500-ലധികം സജീവമായി നിൽക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓൾ ഇന്ത്യ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ പരിപാടി നടക്കുന്നത്. മുഴുവൻ നേതാക്കന്മാരെയും ആത്മാർത്ഥമായി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മഹിളാ കോൺഗ്രസിന്റെ കുട്ടനാട് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. എടത്വ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസിന്റെ അംഗത്വം പുതുക്കി നൽകിയാണ് സൗത്ത് ബ്ലോക്ക് ക്യാമ്പയിൻ ആരംഭിച്ചത്. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് മറിയാമ്മ ജോർജ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലത്തിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ സെക്രട്ടറി ഷാനി ചാൾസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി JT റാംസെ, VK സേവ്യർ, ആന്റണി കണ്ണംകുളം, ആൻസി ബിജോയ്, സ്റ്റാർലി ജോസഫ്, ബിന്ദു തോമസ് എന്നിവർ സംസാരിച്ചു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവല്ല ജോയ് ആലുക്കാസ് ഫൗണ്ടേഷന്റെയും പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹൃദയദിന സന്ദേശ റാലി നടത്തി. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ നിന്നും ആരംഭിച്ച റാലി RTO അനൂപ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പുഷ്പഗിരി മെഡിക്കൽ സൊസൈറ്റി ജോയ് ആലുക്കാസ് ഫൗണ്ടേഷനും ഒത്തുചേർന്ന് നയിക്കുന്ന വാക്കത്തോൺ 2024 ഈ വാഹനത്തിന്റെ പിന്നാലെ വരുന്നു. പുഷ്പഗിരി കാർഡിയോളജി വിഭാഗം ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഈ വാക്കത്തോണിന്റെ ഭാഗമാണ് എന്ന പ്രധാന ലക്ഷ്യത്തോടെ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ലോക ഹൃദയ ദിനത്തിൽ ഇത് പുഷ്പഗിരി ജോയ് ആലുക്കാസ് ഷോറൂമിൽ ചേർന്ന സമാപന സമ്മേളനം വൈസ്മെൻ ഡിസ്ട്രിക്ട് 2 ഗവർണർ ഡോക്ടർ സജി കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷത്തിനേക്കാളും ഈ വർഷം നമുക്ക് എന്ത് വ്യത്യസ്തമായി ചിന്തിക്കാനും വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രകൃതിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ നമ്മൾ സാധാരണ ഒരു മരം നടും. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കാർഡിയോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാജൻ ജോസഫ് മാഞ്ഞൂരാൻ ഹൃദയദിന സന്ദേശം നൽകി. എല്ലാ ലോക ഹൃദയ ദിനത്തിനും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് മിക്കവാറും രോഗം തടയുന്നതിൽ ഊന്നിയുള്ള ഒരു വാചകമായിരുന്നു. ഇത്തവണത്തെ മെസ്സേജ് എന്ന് പറയുന്നത് യൂസ് യുവർ ഹാർട്ട് ഫോർ ആക്ഷൻ. അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ പ്രധാന ഉദ്ദേശം പല ആക്ഷനിലൂടെ നമ്മുടെ ജോയ് ആലുക്കാസ് മാൾ മാനേജർ ഷെൽട്ടൺ വി റാഫേൽ, ജോളി സിൽക്സ് അസിസ്റ്റന്റ് മാനേജർ വിജയ് പോൾ, പുഷ്പഗിരി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ചെന്നിത്തല വാണിദേവി സനാതന സേവാ സംഘം ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 3ാമത് വാണിദേവി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പ്രവാസി വ്യവസായികളായ വിജയമോഹൻ നമ്പൂരേത്ത്, മുരളീധരൻ നായർ ദേവീകൃപ, മേള കലാകാരൻ ബിനു ഐശ്വര്യ എന്നിവരാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. വിജയമോഹൻ നമ്പൂരേത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മുരളീധരൻ നായർ ദേവീകൃപയ്ക്ക് കർമ്മകീർത്തി പുരസ്കാരവുമാണ് നൽകുക. ജീവിത എഴുന്നള്ളിപ്പ് മേളത്തിൽ കാരാഴ്മ ചിട്ടയെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന മേള കലാകാരൻ ബിനു ഐശ്വര്യയ്ക്ക് കലാശ്രേഷ്ഠ പുരസ്കാരവും നൽകും. 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ 3 വൈകിട്ട് 5-ന് കാരാഴ്മ ദേവീക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല MLA സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാണിദേവി സനാതന സേവാ സംഘം ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 3ാമത് വാണിദേവി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നിങ്ങളുടെ എല്ലാ സമൂഹത്തോടും. പ്രവാസ ലോകത്തെ വ്യവസായികളും നിരവധി പേർക്ക് തൊഴിൽ ദാതാക്കളുമായ വിജയമോഹനും നമ്പൂരത്ത് മോഹനാലയവും കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മുരളീധരൻ നായർ തെക്കേമുക്കാൽ ദേവീകൃപയ്ക്ക് കർമ്മകീർത്തി പുരസ്കാരവും നൽകും. ജീവിത എഴുന്നള്ളത്ത് മേളത്തിന് കാരാഴ്മ ചിട്ടയെ സംരക്ഷിക്കുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന മേള കലാകാരൻ ബിനു ഐശ്വര്യയ്ക്ക് കലാശ്രേഷ്ഠ പുരസ്കാരവും 10,000 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം 2024 ഒക്ടോബർ 3 വൈകിട്ട് 5-ന് കാരാഴ്മ ദേവീക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല MLA സമ്മാനിക്കും. യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണവും കേരള കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ PN സുരേഷ് മുഖ്യപ്രഭാഷണവും നടത്തും. ചടങ്ങിൽ ഭാഗവതാചാര്യൻ കാരാഴ്മ ശ്രീധരൻ പിള്ളയെ ആദരിക്കും. പരിപാടികൾ വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ നായർ, സെക്രട്ടറി രാധാകൃഷ്ണ പിള്ള,
ജോയിന്റ് സെക്രട്ടറി ഹരികുമാർ, കൺവീനർ ഡോക്ടർ ജി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി നേവൽ NCC കേഡറ്റുകളുടെ നേതൃത്വത്തിൽ റോഡ് സഞ്ചാരയോഗ്യമാക്കി. ഏറെ നാളായി തകർന്നു കിടന്നിരുന്ന ചങ്ങനാശ്ശേരി SB കോളേജ് പോസ്റ്റ് ഓഫീസ് റോഡിലായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. ചങ്ങനാശ്ശേരി SB കോളേജ് പോസ്റ്റ് ഓഫീസ് റോഡ് ഏറെ നാളുകളായി കുണ്ടും കുഴിയും രൂപപ്പെട്ട അവസ്ഥയിലായിരുന്നു. കോളേജ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറ്റു വാഹനയാത്രികർക്കും ഏറെ പ്രയാസങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. നിരവധി തവണ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് 5K നേവൽ NCC യൂണിറ്റിന്റെ സബ് യൂണിറ്റായ SB കോളേജ് നേവൽ വിംഗ് കേഡറ്റ്സ് റോഡിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഇറങ്ങി പുറപ്പെട്ടത്. കോളേജ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ റോഡ് വർഷങ്ങളായിട്ട് കുണ്ടും കുഴിയായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഇരുചക്ര യാത്രക്കാർക്കും മറ്റ് വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിട്ടതിനാൽ കേരള നേവൽ യൂണിറ്റ് NCCയുടെ കീഴിലുള്ള SB കോളേജിലെ നേവൽ വിംഗ് കേഡറ്റ്സ് ANO ലഫ്റ്റനന്റ് സോജി ജോസഫ് സാറും കൂടെ ചേർന്ന് ആ കുണ്ടും കുഴികൾ അടയ്ക്കുകയുണ്ടായി. അപ്പോൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അത് ചെയ്യാനായിട്ടായിരുന്നു ഞങ്ങളൊരു സോഷ്യൽ സർവീസ് ആയിട്ടായിരുന്നു ചെയ്തത്. റോഡിന്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കിയ കേഡറ്റുകൾ റോഡിൽ രൂപപ്പെട്ടിരുന്ന കുണ്ടും കുഴിയും നികത്തുകയും റോഡ് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് മസംസിലേക്ക് പോകുന്ന പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള റോഡ് വളരെ നാളായിട്ട് കുഴിയായിട്ട് കിടക്കുന്നു. വാഹനങ്ങൾ അതിൻ്റെ ആക്സിഡൻറ്റുകളൊക്കെ അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ ആ കുഴിയിൽ വീഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിൻ്റെ നേവൽ NCC കേഡറ്റ്സ് SB കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഈ കുഴികളൊക്കെ അടയ്ക്കുകയാണ്. കാരണം നാട്ടുകാർക്ക് പ്രയോജനപ്പെട്ടെ അസംസിലേക്ക് SBയിലേക്കും വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും. നേവൽ സബ് യൂണിറ്റ് ANO ലഫ്റ്റനന്റ് സോജി ജോസഫിൻ്റെയും കേഡറ്റ് ക്യാപ്റ്റൻ KG ജോയലിൻ്റെയും POCമാരായ ടോം S ജോസ്, ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.